വീണ്ടും ഇന്ത്യയെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ. ഇനി ആക്രമിക്കുകയാണെങ്കിൽ ഇന്ത്യയെ കിഴക്ക് നിന്ന് ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ സൈനിക വക്താവ് വ്യക്തമാക്കുന്നത്. ഇന്ത്യയുമായി ചർച്ചകൾക്ക് ശ്രമിക്കുന്ന പാകിസ്ഥാൻ ആകട്ടെ വീണ്ടും ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘർഷം അഴിച്ചുവിടാനുള്ള പദ്ധതികൾ മെനയുകയാണ്. വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് വ്യക്തമായി തന്നെ ഇന്ത്യ പറഞ്ഞിട്ട് പോലും ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയാണ് പാകിസ്ഥാന്റെ സൈനിക വക്താവ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതിന്റെ പ്രധാന മറ്റൊരു കാരണമായി പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാന്റെ അധികാരം അവിടെ ആരാണ് അല്ലെങ്കിൽ ഭരിക്കുന്നത് എന്നതിനെ ചൊല്ലിയാണ്. നേതാവാണോ സൈന്യമാണോ എന്നതാണ് പാകിസ്ഥാനികൾ അടക്കം ചോദിക്കുന്ന ഒരു ചോദ്യം. ഇതൊരു തർക്ക വിഷയത്തിന് തന്നെ ഉടലെടുക്കുന്ന എന്നതാണ് മറ്റൊരു വസ്തുത. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഇന്ത്യയോട് യുദ്ധം ചെയ്യാനാണ് പാകിസ്ഥാൻ കോപ്പ് കൂട്ടുന്നതെങ്കിൽ ഇനി ഒന്നും നോക്കില്ല, ആ രാജ്യം തന്നെ ഇല്ലാതാക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനെല്ലാം ശേഷമാണ് ഇപ്പോഴും പ്രകോപനകരമായ പ്രസ്താവനയുമായി പാകിസ്ഥാൻ തന്നെ രംഗത്ത് വരുന്നത്. ഇനിയും ഒരു സംഘർഷം ഉണ്ടായാൽ ഞങ്ങൾ ഇന്ത്യയെ കിഴക്ക് നിന്ന് ആക്രമിക്കും. അതായത് പാകിസ്ഥാന്റെ സൈനിക വക്താവായ അഹമ്മദ് ഷെരീഫ് ചൗധരിയാണ് ഇത്തരമൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ ആകട്ടെ നിരവധി തവണ ചൈനയിലും യുഎസിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. അടുത്തിടെയാണ് അദ്ദേഹം ചൈനയിൽ നിന്ന് ഉന്നതതല സന്ദർശനം പൂർത്തിയാക്കി പാകിസ്ഥാനിലേക്ക് മടങ്ങിയെത്തിയതും. അത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ യഥാർത്ഥ അധികാരം ആർക്കാണ് എന്നും അത് നേതാവിനാണോ സൈന്യത്തിനാണോ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു. കാരണം അവിടുത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫിന് യാതൊരു വിലയുമില്ലാത്ത രീതിയിലേക്കാണ് പാകിസ്ഥാന്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. ആയതിനാൽ തന്നെ ജനങ്ങൾക്കിടയിലും മാത്രമല്ല ഭീകരവാദ സംഘടനകൾക്കിടയിൽ പോലും ഈ ഒരു തർക്കം ഉടലെടുത്തു എന്നതാണ് മറ്റൊരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് അഹമ്മദ് ഷെരീഫിന്റെ ഇത്തരമൊരു പ്രസ്താവനയും ഇതിലൂടെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഭാവിയിൽ സൈനിക സംഘർഷങ്ങൾ ഉണ്ടായാൽ അസീം മുനീർ ഇന്ത്യയെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അഹമ്മദ് ഷെരീഫ് പറയുകയാണ് ചെയ്യുന്നത്. അസീം മുനീർ ഇന്ത്യയുമായി ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദം ഇല്ലാതാക്കുന്നതുവരെ പാകിസ്ഥാനുമായി സംസാരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഉഭയകക്ഷി ചർച്ചകൾ ഇപ്പോൾ നിരസിക്കുകയാണ് ചെയ്യുന്നത്. ഭാവിയിൽ ഏതെങ്കിലും ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ കിഴക്ക് നിന്ന് ആക്രമണം നടത്തും. അതേസമയം പ്രധാനമന്ത്രി ഖ്വാജ ആസിഫിന്റെ സമീപകാല പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് സൈന്യവുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമേ സർക്കാർ നയപരമായ തീരുമാനങ്ങൾ എടുക്കൂ എന്നതാണ്. പാകിസ്ഥാൻ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്, എന്നാൽ സൈനിക ശക്തിയുടെ സ്വാധീനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിനു പുറമെ തന്നെ സൈനിക ബജറ്റിൽ വർധനവും സാമൂഹിക മേഖലകളെ വെട്ടിക്കുറവുകളും പാകിസ്ഥാനിൽ സൈനിക ശക്തിയുടെ ഒരു സ്വാധീനം ഇപ്പോഴും ശക്തമായി തന്നെ വെളിവാകുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അതേസമയം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ വല്യേട്ടൻ കളിയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യൻ സൈന്യം ഇക്കഴിഞ്ഞ വേളകളിൽ രംഗത്ത് വരുന്നത്. അതായത് 1971 ഒരു പഴയ പത്രവാർത്ത പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു കളിയാക്കൽ വന്നിരിക്കുന്നത്. റഷ്യയിൽ എണ്ണ വാങ്ങുന്ന ഇന്ത്യക്ക് മേൽ അധികാര തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് സൈന്യത്തിന്റെ ഇത്തരമൊരു പ്രതികരണം. എണ്ണപ്പണം കൊണ്ട് റഷ്യ യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ ആയുധങ്ങൾ വാങ്ങുന്നു എന്നതാണ് ട്രംപിന്റെ വാദം. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ ആയുധം വിറ്റ് US ആണ് ഇപ്പോൾ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി ആയുധങ്ങൾ നൽകുന്നത് എന്നതാണ് അതിലെ ഉള്ളടക്കം. 1971 ഓഗസ്റ്റ് 5 പഴയ പത്രവാർത്ത പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡറിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. 1954 മുതൽ പാകിസ്ഥാൻ US ആയുധങ്ങൾ നൽകുന്നുണ്ട്. ബംഗ്ലാദേശിനെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾക്കായി തന്നെ പാകിസ്ഥാൻ നാറ്റോയെയും അതുപോലെ സോവിയറ്റ് യൂണിയനെയും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും എന്നാൽ അവർ വിസമ്മതിച്ചെന്നും വാർത്തയിൽ പറയുന്നുണ്ട്. ഇതിനെല്ലാം പിന്നാലെയാണിപ്പോൾ പാകിസ്ഥാൻ അതായത് ഇന്ത്യ വീണ്ടും ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഭീഷണി മുഴക്കി രംഗത്ത് വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.